പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന അഡ്രസ്സിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത വിധം ഇന്നലകളിൽ പറഞ്ഞുകൂട്ടിയ വൈകല്യാധിഷ്ഠിതമായ ആശയധാരകൾ തിരിഞ്ഞുകുത്തുമെന്ന തിരിച്ചറിവിലാണ് വെൽഫെയർ പാർട്ടി എന്ന വേഷത്തിലേക്ക് മൗദൂദികൾ മാറിത്തുടങ്ങിയത്. എന്നിട്ട് ജമാഅത്തിനെയും വെൽഫെയർ പാർട്ടിയെയും മതേതര സമൂഹത്തിൽ വളരെ നിഷ്കളങ്കരും പാവങ്ങളുമാക്കി ചിത്രീകരിക്കാൻ ചില പണികൾ സ്വന്തം മാധ്യമങ്ങൾ ഉപയോഗിച്ചും ആ മാധ്യമങ്ങളിൽ കൂലിക്ക് നിർത്തിയ അമുസ്ലിമീങ്ങളായ മാധ്യമ പ്രവർത്തകരെ വെച്ചുകൊണ്ടുമൊക്കെ യഥേഷ്ടം ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ സുന്നി സമൂഹത്തിന്റെ വേഷവിധാനങ്ങളൊക്കെയുള്ള ചില കോടാലിക്കൈകളെ കൂടി അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അക്കൂട്ടത്തിൽ ഒരു മഹാസാധു വന്ന് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയെ മതേതരമാക്കാൻ വേണ്ടി നടത്തിയ ഡയലോഗുകൾ കേട്ടിട്ട് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ജാറത്തിലിരുന്നു കൊണ്ട് സാക്ഷാൽ അബുല്ലാല മൗദൂദി ഞെട്ടിത്തരിച്ചു പോയിരിക്കും. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ സകല ജമാഅത്ത് അമീറുമാരും ആ മുസ്ലിയാരുടെ ന്യായീകരണ വിരുദാലോചിച്ചുകൊണ്ട് ആശ്ചര്യപ്പെടാതിരിക്കുകയില്ല തീർച്ചയായും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രത്തോളം വിവരദോഷം നിറഞ്ഞ വിഡ്ഢിവേഷം കെട്ടിയ വ്യാഖ്യാനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് ആ മൗലവി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ മഹാപാവമാണ്, അവർ ഇസ്ലാമിക രാജ്യത്തെ കുറിച്ചൊന്നും ഇന്ത്യയിൽ സംസാരിച്ചിട്ടില്ല എന്നാണ്. അതിനെ ന്യായീകരിക്കാൻ ഇസ്ലാമിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്ന പാർട്ടിയിൽ ഒരു വിഷയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം വലിച്ചിടുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി ആയതുകൊണ്ട് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് അത് ഒഴിവാക്കിയവന് നൽകുന്ന ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചർച്ചയെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ അദ്ദേഹം എടുത്തിടുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം എന്നത് ഒരു മുസ്ലിമിന് ആഗ്രഹിക്കാനേ പാടില്ല, എന്നാൽ ജമാഅത്തുകാർ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നതല്ല മൗദൂദികളും നമ്മളും തമ്മിലുള്ള തർക്കം. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ശ്വാസം വിടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണമെന്നതാണ്. ഇവിടെയാണ് മുസ്ലിമീങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിനെ കോട്ടിമാട്ടി മുസ്ലിയാർ പറയുന്ന ചില വ്യാഖ്യാനങ്ങൾ. എന്നിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാള് ഒരു വിഫല ശ്രമം നടത്തുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കി. എന്താണെന്നറിയോ? എന്നാണ്. അതായത് ശുദ്ധിയുള്ള മുക്കല്ലഫായ മുസ്ലിമിനെ കൊല്ലപ്പെടണം. ആ നമസ്കാരത്തെ അവൻ പുറപ്പെടുവിച്ചാൽ, അവൻ ഒഴിവാക്കിയാൽ, അൻ വഖത്തി ജംഇൻ ലഹ, ആ നിസ്കാരത്തിന്റെ ജമ്മിന്റെ വഖത്തിനെ തൊട്ട്. ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിന്റെ 4 പാർട്ടുകളിൽ ഇസ്ലാമിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെടുത്ത് എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നത്? യഥാർത്ഥത്തിൽ ഈ സാധുവിന് എന്താ ജമാഅത്ത് എന്നും അറിയില്ല, എന്താണ് ഇസ്ലാമിക രാജ്യം എന്നും അറിയില്ല. അതായത് നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്നാണ് ഫത്ഹുൽ മൊയ്നി പറഞ്ഞിട്ടുള്ളത്. ഈ കിതാബ് ഉമർ ഫൈസി പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ഈ ഫത്ഹുൽ മൊയ്ൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫത്ഹുൽ മൊയ്നുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഫത്ഹുൽ മൊയ്നെയും സൈനുദ്ദീൻ മഖ്ദൂബിനെയും ഉമർ ഫൈസി മുക്കവും സമസ്തയും തള്ളിപ്പറയട്ടെ. അതെങ്ങനെയാ മുസ്ലിയാരെ ഞങ്ങൾ തള്ളിപ്പറയാ? ഞങ്ങളൊക്കെ വിവരമുള്ള ആലിമീങ്ങളുടെ ഗുരുമുഖത്തിരുന്ന് ഫത്ഹുൽ മൊയ്ൻ പഠിച്ചവരല്ലേ. ഒരു ഇസ്ലാമിക രാജ്യത്തെ ഒരു സമൂഹം സ്വയം തെരഞ്ഞെടുത്താൽ ആ സമൂഹത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുന്ന നിയമ നടപടികളെ കുറിച്ച്, ഒരു മുസ്ലിമിൽ ഇസ്ലാമിക ഗവൺമെന്റ് ചെയ്യുന്ന ശിക്ഷാവിധികളെ കുറിച്ച് പറഞ്ഞെടുത്ത പരാമർശം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവുമായി ബന്ധമുള്ളത്? ഇനി അതിന് ഉത്തരം അയാൾ തന്നെ പറയുന്നുണ്ട്, അതും കൂടി കേൾക്കുക. ഇത്രയും നിങ്ങൾ പറയുമ്പോൾ ഇതിന്റെ മറുപടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും മുദരിസന്മാരുടെയും സമസ്തയുടെ പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്നൊരു മറുപടി ഇങ്ങോട്ട് വരാതെ വരുന്നുണ്ട്. വരാതെ വരല്ല, വന്നുകൊണ്ട് തന്നെ വരികയാണ്. അത് കൃത്യമായ മറുപടിയുമാണ്. പക്ഷെ അതുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് പുലബന്ധമില്ല. എന്താ മറുപടി എന്നറിയാമോ? അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ്. മതേതര ഇന്ത്യയിൽ അവ നടപ്പിലാക്കണമെന്ന് സമസ്ത ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് നടപ്പിലാക്കേണ്ട നിയമ നടപടികളാണത്. അത് ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് സുന്നികൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യ പോലെ ഒരു മതേതര സമൂഹത്തിൽ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് വരണമെന്നാണ്. ആ ഇസ്ലാമിക ഗവൺമെന്റ് വരാത്ത കാലത്തോളം ഇവിടെ വോട്ട് ചെയ്താൽ അത് അനിസ്ലാമിക ഭരണകൂടത്തെ സഹായിക്കലും മതത്തിൽ നിന്ന് പുറത്തു പോകലുമാണെന്നാണ് അവരിവിടെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഗവൺമെന്റ് വന്നാൽ എന്ത് ചെയ്യണമെന്നതും ഇസ്ലാമിക ഗവൺമെന്റ് വന്നില്ലെങ്കിൽ ഇസ്ലാമികമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതും ആനയും അണ്ണാനും തമ്മിലുള്ള ബന്ധമല്ലേ
അകലമല്ലേ മുസ്ലിയാരെ ഉള്ളത്? ഉമർ ഫൈസി മുക്കവും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണല്ലോ നിങ്ങൾക്ക് പറയാനുണ്ടാവുക. എന്റെ പൊന്നു സഹോദരന്മാരെ, ഉമർ ഫൈസി മാത്രമല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് താങ്കൾ പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയവുമല്ല. അതിൽ കവിഞ്ഞ യാതൊരു മതരാഷ്ട്രവാദവും ജമാഅത്തെ ഇസ്ലാമിക്കുമില്ല. യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ട് പാകിസ്ഥാനിലെ ജാറത്തിലിരുന്ന് മൗദൂദി അലമുറയിട്ടിട്ടുണ്ടാകുമെന്നത് സത്യമല്ലേ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മൗദൂദികൾ അടുക്കളയിരുന്നു കൊണ്ടും മരിച്ചുപോയ മൗദൂദി അമീറന്മാർ അവരുടെ കബറിൽ ഇരുന്നു കൊണ്ടും ഇത് കേട്ടെങ്ങനെയാ പൊട്ടിക്കരയാതിരിക്കുക? എന്നാൽ മലയാളികൾ ഇത് കേട്ടെങ്ങനെയാ പൊട്ടിച്ചിരിക്കാതിരിക്കുക? ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത് ഒരു ഇസ്ലാമിക ഭരണമുള്ള ഒരു ഇസ്ലാമിക രാജ്യത്താണ് എന്നാണ് കൂടി വന്ന ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകൾക്കും എല്ലാവർക്കും പറയാനുള്ളൂ. എന്നാരെ ഇയാളോട് പറഞ്ഞത്? യഥാർത്ഥത്തിൽ അബുല്ലാല മൗദൂദി ഇവിടെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് അല്ലാത്ത ജനാധിപത്യമോ മതേതരത്വമോ ആയി ബന്ധപ്പെടുന്ന യാതൊന്നും ഒരു മുസ്ലിമിന് മുസ്ലിമാകാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ്. ഇത് സുന്നിക്കോലം കെട്ടിയ ഒരു മുസ്ലിയാരെ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയിപ്പിക്കുമ്പോൾ സാക്ഷാൽ ജമാഅത്തുകാരനായ മൗദൂദി ഭക്തനായ ഓ അബ്ദുള്ള അത് കൃത്യമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയത് പാകിസ്ഥാനിലേക്ക് പറ്റിയ ഒരു നിയമാവലി അല്ലെങ്കിൽ പാകിസ്ഥാനിനോട് യോജിച്ച രീതിയിൽ അബുല്ലാല മൗദൂദി വ്യാഖ്യാനിച്ച ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ മതേതര ഇന്ത്യയിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതായത് ഒറിജിനൽ ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതാണ്. അവർക്ക് പറ്റിയ ഭീമാബദ്ധം എന്ന് പറയുന്നത് സാക്ഷാൽ മൗദൂദി ഭക്തനായ ഓ അബ്ദുള്ളയാണ്. ഒരു സംഘടന അവര് ജനാധിപത്യ മാർഗം സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ മതനിരപേക്ഷയുടെ മാർഗം സ്വീകരിക്കുന്നു, കോടതികൾ അംഗീകരിക്കുന്നു, കുഞ്ചിക സ്ഥാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഇതൊക്കെ ശരിക്കും നമ്മളൊരു സംഘടന ശരിക്കും സ്വാഗതം ചെയ്യല്ലേ വേണ്ടി? ഇത് സ്വാഗതം ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി ഇത് അവരുടെ രീതിയായി അവർ പ്രഖ്യാപിക്കണ്ടേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ തനതായ വിഘടനവാദങ്ങൾ പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ട് താൽക്കാലിക ചില അഡ്ജസ്റ്റ്മെന്റ് ന്യായീകരണങ്ങൾ ഉണ്ടാക്കി ജനാധിപത്യ കുപ്പായം ഇട്ടുകൊണ്ട് അവരുടെ പാരമ്പര്യ വിഘടനവാദം തന്നെ ഇവിടെ വിളയിച്ചെടുക്കാനുള്ള അതര വ്യായാമങ്ങളാണ്. അല്ല, അവര് 75 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അവർക്ക് അത് നടപ്പാക്കാൻ കഴിയില്ല എന്നും അത് അപ്രായോഗികമാണെന്നും മൗദൂദി ഒരു ഇസ്ലാമിക വ്യവസ്ഥ വന്നാൽ അത് എങ്ങനെ ആയിരിക്കണം എന്ന് വരച്ചു കാട്ടിയത് ഒരു മതേതര രാഷ്ട്രത്തിൽ അവർ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ശ്രമിച്ചത് ഉമർ ഫൈസിയെ പോലെയുള്ള സുന്നി പണ്ഡിതന്മാര് ഫത്ഹുൽ മുഈനിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടായാൽ ആ ഭരണകൂടം ചെയ്യേണ്ട നിയമങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള പഠനക്രമങ്ങളോ പരിപാടികളോ അല്ല. മറിച്ച് അബുല്ലാല മൗദൂദി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ പകുത്തെടുക്കപ്പെട്ട മണ്ണിൽ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഇസ്ലാമിക ഭരണം മതേതര ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ അബദ്ധം അത് അദ്ദേഹം അതിൻ്റെതായ ഇപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് സ്വകാര്യ സ്വത്ത് ഇല്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ സ്വത്തില്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയുള്ള തിരിമറികളൊക്കെ നടക്കും. പക്ഷെ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഉണ്ടാക്കുന്ന ഭൗതികവാദങ്ങളല്ല, അത് അള്ളാഹുവിന്റെ ശറഈയായ നിയമങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാർ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് കോട്ടിമാട്ടുന്നത് പോലെ ഇസ്ലാമിക ശരീഅത്ത് കോട്ടിമാട്ടാൻ കഴിയില്ല. പാകിസ്ഥാനിലേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒന്നാണത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അത് ഇവിടെ നമ്മളെ ഈ മതേതര ഹൈന്ദവ ഭൂരിപക്ഷം മാത്രമല്ല മറ്റ് ബംഗ്ലാദേശിലൊക്കെ ഉണ്ട് അവർ നടപ്പാക്കുക. അങ്ങനെ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ലത്. അപ്പൊ അതാണ് പ്രശ്നം. ഇസ്ലാമിക രാജ്യം എന്താണോ ആ ഇസ്ലാമിക രാജ്യം മതേതര ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കാലം ജമാഅത്തെ ഇസ്ലാമി അതര വ്യായാമം നടത്തി. എന്നാൽ ഇപ്പോൾ അത് പരസ്യമായി പറയാൻ പോലും കഴിയാത്ത വിധം മുസ്ലിം പണ്ഡിത സമൂഹത്തിന്റെ പ്രതിരോധവും മതേതര സമൂഹത്തിന്റെ ഒറ്റപ്പെടലും വീർപ്പുമുട്ടലുകളായി മൗദൂദികൾക്ക് അനുഭവപ്പെട്ടപ്പോൾ താൽക്കാലികമായ ചില പ്രച്ഛന്ന വേഷങ്ങളിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് വസ്തുത. എന്നാൽ ഇനി ഓ അബ്ദുള്ള പറയുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്ത് പോലും യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്നാണ്. ഇസ്ലാമിന്റെ സമാധാനപരമായ ആശയത്തെ അതിതീവ്രമായി വൈകാരികമായി അവതരിപ്പിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരെന്നാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾ വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ പാകിസ്ഥാനിലെ 2013 തെരഞ്ഞെടുപ്പിലും 2018 തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിക്ക് 1 സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ പകുത്തെടുത്ത മണ്ണിൽ പോലും അബുല്ലാല മൗദൂദി നേരെ ചെന്ന് തന്റെ ശരീഅത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ അവിടെയും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് ഓ അബ്ദുള്ള പറയുന്ന കാരണം ഇസ്ലാമിന്റെ സമാധാന സന്ദേശങ്ങളെ അതിതീവ്രമായി അവതരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തത് എന്നാണ്. അതുപോലും ഇവിടുന്ന് പോയ പ്രവാസികൾ കൊടുത്താണ്. ബീഹാറിൽ നിന്ന് പോയതായ മുഹാജിറുകൾ
അപ്പൊ അവിടെയും അത് ഈ ഒരു ആശയം വേണ്ടത്ര സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതിനാണ്. അല്ല, അതായത് ഈ തീവ്രമായ നിലപാട് ഇസ്ലാം വളരെ മിതത്വപരമായ ഒന്നാണ്, അതിൽ തീവ്രതല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി അത് ഒരു ആശയരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ വലിയ തീവ്രത ഉണ്ട്. ആ തീവ്രതയാണ് ആളുകൾ അതിനകത്ത് നിന്ന് അകറ്റുന്നത്. ഇതാണ് പ്രശ്നം. ഇസ്ലാമിന്റെ സമാധാനപരമായ ഋജുവായ മിതത്വം നിറഞ്ഞ ആശയങ്ങളെ ഒരു മതേതര സമൂഹത്തിന് ഉൾക്കൊള്ളുവാനും അവർക്കിടയിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാനും കഴിയാത്ത വിധം അതിസങ്കീർണമായും തീവ്രമായും വർഗീയമായും ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കാലങ്ങളിൽ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൽ പരാമർശിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ടതേ അല്ല. തങ്ങളുടെ മാധ്യമങ്ങളിൽ അമുസ്ലിം നാമധാരികളെ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് മാന്യത സൃഷ്ടിക്കാൻ വേണ്ടി പണം കൊടുത്ത് ആളെ നിർത്തുന്നത് പോലെ തലപ്പാവുധാരികളായ ചിലരെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതിരോധത്തെ മറികടക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വിലക്കെടുത്ത സാധുക്കളാണ് ഇത്തരക്കാർ.